റിപ്പോർട്ടർ ടിവിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് പുതുതലമുറയെ സജ്ജമാക്കിയെടുക്കുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവ് പര്യടനം തുടരുന്നു. അറിവ് കൊണ്ട് സജ്ജരാകാം ടെക്നോളജിയുടെ ലോകത്തേക്ക് എന്ന പ്രമേയത്തിൽ നടന്നുവരുന്ന കോൺക്ലേവ് ജനുവരി 26-ന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെ പയ്യന്നൂർ കണ്ടോത്ത് പാട്യം ഗ്രൗണ്ടിലാണ് പരിപാടി. ടെക്നോളജി എഡ്യൂക്കേഷന്റെ പ്രാധാന്യം ചർച്ചയാകുന്ന കോൺക്ലേവിൽ ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് അനുസൃതമായി പഠന രീതിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെയും പുതിയ അവസരങ്ങളെയും കുറിച്ച് പ്രമുഖർ വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും സംവദിക്കും. റിപ്പോർട്ടർ ടിവിയുടെ സഹകരണത്തോടെ ടാൽട്രോപ്പ് സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലുമായി സംഘടിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവ് സീരീസിലെ കണ്ണൂർ ജില്ലയിലെ ഈ വർഷത്തെ ആദ്യ കോൺക്ലേവിനാണ് പയ്യന്നൂർ വേദിയാകുന്നത്. പയ്യന്നൂർ പാഠ്യം ലൈബ്രറിയുടെയും സഹകരണത്തോടെ കണ്ടോത്ത് പാഠ്യം ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. ലോകത്തെ ടെക്നോളജി നിയന്ത്രിക്കുമ്പോൾ ആ ലോകത്തേക്ക് രക്ഷാകർതൃ വിദ്യാർത്ഥി സമൂഹത്തെ സജ്ജരാക്കുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും കാലത്ത് ടെക്നോളജി വിദ്യാഭ്യാസത്തിന് നൽകേണ്ട പ്രാധാന്യം, കുട്ടികളുടെ അഭിരുചികൾ തിരിച്ചറിയുന്നതിന് അധ്യാപക രക്ഷാകർതൃ സമൂഹം സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസുകൾ നയിക്കും. എന്തിനാണ് നമുക്കൊരു എക്കോസിസ്റ്റം ആവശ്യം? എക്കോസിസ്റ്റം നമുക്ക് ആവശ്യമുള്ളത് ഈ സ്വാഭാവികമായി ചില മനുഷ്യർക്ക് അനുഗ്രഹം പോലെ വന്നു കിട്ടുന്ന എക്കോസിസ്റ്റംസ് ഉണ്ട്. ആ എക്കോസിസ്റ്റത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല, നമുക്കത് ഉണ്ടാക്കിയേ മതിയാവും. തൊഴിലിടങ്ങളെ നമുക്ക് സ്കൂൾ പരിസരങ്ങളിലേക്ക് കൊണ്ടുവരികയും വിദ്യാഭ്യാസത്തോടൊപ്പം സാങ്കേതിക വിദ്യയും നിങ്ങൾക്കൊരു എക്കോസിസ്റ്റത്തിലെ സ്വാഭാവികമായ ജീവിത രീതിയായി മാറുകയും വേണം. നിങ്ങൾ പരിചയപ്പെടുന്നത് ഒരു തിയറി പഠിപ്പിക്കുന്ന മാഷിനെയല്ല, പകരം പ്രാക്ടിക്കലായി ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു പ്രോഗ്രാമറെയാണ്. ഇത് ഒരു വശം മാത്രമേ ആവുന്നുള്ളൂ. ഒരു ഡിജിറ്റൽ ജീവിതത്തിലേക്ക്, ഒരു ഡിജിറ്റൽ സാങ്കേതിക യുഗത്തിലേക്ക് ഒരു പുതിയ തലമുറയെ കൈപിടിച്ചുയർത്താൻ ടാൽട്രോപ്പ് ശ്രമിക്കുന്നതും ഈ ഘട്ടത്തിൽ പ്രൊഫഷണലുകളെ നിങ്ങളുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുകയാണ്. അഥവാ നിങ്ങൾ പ്രൊഫഷണലുകളുടെ ജീവിതത്തോടൊപ്പമുള്ളൊരു എക്കോസിസ്റ്റം യാത്രയിലാണ്. ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ടെസ്ലയും ആസ്ഥാനമായി തിരഞ്ഞെടുത്ത അമേരിക്കയിലെ സിലിക്കൺ വാലിയുടെ മോഡലിൽ അനവധി ആഗോള സംരംഭങ്ങളും നൂതന ടെക്നോളജിയുമെല്ലാം ലഭ്യമാവുന്ന ഒരു ഇക്കോസിസ്റ്റം കേരളത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ടാൽട്രോപ്പ്. ഇതിന്റെ ഭാഗമായി ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ്പിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഇൻഡസ്ട്രിയെ അറിഞ്ഞു പഠിക്കാനുതകുന്നൊരു എഡ്യൂക്കേഷണൽ ഇക്കോസിസ്റ്റം കേരളത്തിൽ ടാൽട്രോപ്പ് വികസിപ്പിച്ചെടുത്തു വരുന്നു. ഭാവി ടാലന്റുകളെ വാർത്തെടുക്കുന്ന ഇത്തരമൊരു ഇക്കോസിസ്റ്റത്തിലേക്ക് വിദ്യാർത്ഥി രക്ഷാകർതൃ സമൂഹത്തെ ഭാഗമാക്കുകയാണ് എഡ്യൂക്കേഷൻ കോൺക്ലേവുകളിലൂടെ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ചിന്തകളുണ്ടായിട്ടുള്ള കേരളത്തിലെ അക്കാദമിക് രംഗത്തെ ഗുണങ്ങളും സാങ്കേതികമായ പരിമിതികളും വിശദമായ പഠനത്തിന് വിധേയമാക്കി തയ്യാറാക്കിയ പരിവർത്തന മാതൃകകൾ, അടിസ്ഥാന വിദ്യാഭ്യാസത്തോടൊപ്പം ടെക്നോളജി എഡ്യൂക്കേഷൻ ലഭ്യമാകേണ്ടതിന്റെ ആവശ്യകത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് ഉൾപ്പെടെ ടെക്നോളജിയുടെ ഏറ്റവും നൂതന അപ്ഡേഷനുകൾക്കനുസരിച്ച് പഠന രീതിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ തുടങ്ങി രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ കോൺക്ലേവുകളിൽ നടക്കും. ജനുവരി 26-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെ പയ്യന്നൂർ കണ്ടോത്ത് പാഠ്യം ഗ്രൗണ്ടിൽ നടക്കുന്ന പയ്യന്നൂർ കോൺക്ലേവിൽ ജനപ്രതിനിധികൾ, എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റുകൾ, മുതിർന്ന മാധ്യമപ്രവർത്തകർ, വൻകിട ടെക് സംരംഭകർ തുടങ്ങിയവരടക്കം നിരവധി പ്രമുഖർ പങ്കാളികളാകും. റിപ്പോർട്ടർ, കണ്ണൂർ.